ുമായി പത്രപ്രവർത്തനത്തിലുള്ള ബന്ധം വളരെ വളരെ ദുർബലമാണ്, അല്ലെങ്കിൽ വളരെ പെരിഫറലാണ് എന്നുള്ളത്. എങ്കിലും ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ സർഗാത്മകമായതെന്തോ ഒന്ന് ആ റിപ്പോർട്ടിനെ കുറച്ചുകൂടി ശോഭിപ്പിക്കുന്നതായും കുറച്ചുകൂടി വായനക്കാരിലേക്ക് എത്തിക്കുന്നതായും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഭാഷ എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളെ തൊടുന്നത് എന്നത്, ഭാഷ എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിയെ സ്പർശിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഒരു വളരെ വരണ്ട ന്യൂസ് റിപ്പോർട്ടിൽ പോലും അതിലേറെ മുള്ളും മുരടുമുള്ള ഒരു പ്രസ് കോൺഫറൻസ് പോലും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ ആകർഷകമാക്കാം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ പാരായണക്ഷമത എന്നത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എഴുതുന്നതൊക്കെ ശൂന്യമായി പോകുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതേ സിദ്ധാന്തം തിരിച്ചിട്ടാൽ കൽപ്പനാ സാഹിത്യത്തിലും പാരായണക്ഷമതയോടൊപ്പം കുറച്ച് വസ്തുതകൾ കലർത്തുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുന്നതായും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് മീരയുടെ കൃതികൾ. ഉദാഹരണത്തിന് ഇപ്പോൾ ആരാച്ചാർ വലിയൊരു പുസ്തകമാണ്, അത് കഴിഞ്ഞ് ഘാതകൻ വരുമ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ പുസ്തകത്തിനും പൂർണ്ണമായും വ്യത്യസ്തമായ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള എഴുത്തുകളാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തുള്ള പുതിയ എഴുത്തുകളിലൊക്കെ തന്നെ അത് കുറേ അധികം കാണാൻ കഴിയുന്നുണ്ട്. അതിലൊക്കെ തന്നെ അവരുടെ സാമൂഹ്യമായിട്ടുള്ള അവരുടെ ജീവിത ദർശനം വളരെ കൃത്യമായി കടന്നു വരികയും ചെയ്യുന്നു. എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം ആണ് എങ്ങനെയാണ് ഇതിനാവശ്യമായി ഇതിന് വലിയൊരു അധ്വാനം ആവശ്യമാണ്. ഒരു നോവൽ എഴുതി പൂർത്തിയാക്കുക എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു അധ്വാനമുണ്ട്, ഒരു ലേബറുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ഗൃഹപാഠമുണ്ട്. കാരണം ഇപ്പോൾ ആരാച്ചാർ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. മീര കൽക്കട്ടയിൽ പോയി താമസിക്കുകയും അവിടെ ലൈബ്രറിയിൽ താമസിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതം, ഒരു ആരാച്ചാറിൻ്റെ ജീവിതം, ഇതെല്ലാം പഠിച്ചതാണ് എന്നൊക്കെ നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ട്. മീര തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മിക്കവാറും എല്ലാ കഥകളായാലും നോവലുകളായാലും ഒക്കെ തന്നെ. അതിനൊക്കെ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായ, ഇപ്പം നേത്രോന്മീലനം എന്ന ആ ഒരു കൃതി കുറച്ച് പഴയതാണ്. അത് കാഴ്ച പരിമിതരായിട്ടുള്ള ഒന്ന് രണ്ട് വ്യക്തികളെ, ഒരു വ്യക്തി, അതിലെ നായക കഥാപാത്രം തന്നെ കാഴ്ച പരിമിതനാണ്, കാഴ്ച പെട്ടെന്ന് പോകുന്നതാണ്. ഒരു കാൽപ്പനികമായ ഒരു വളരെ വായനക്കാരെ പിടിച്ചിരുത്തുന്നതാണ്. അത് മറ്റൊന്നാണ്. അപ്പം ഇങ്ങനെ ഓരോ കഥയും യഥാർത്ഥത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ക്യാൻവാസാണ് മീര മുന്നിലേക്ക് വെക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനവും ഗൃഹപാഠവും അതിനാവശ്യമായി വരുന്ന മറ്റു തരത്തിലുള്ള അറിവുകളും, അതാണിപ്പോൾ മീര പറഞ്ഞത്, സർഗാത്മകമായിരിക്കുകയും അതിൻ്റെ കൂടെ കുറേ വസ്തുതകളും കാര്യങ്ങളും കൂടി കലർന്നു വരികയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലെ ഈ നമ്മളൊക്കെ വായിക്കുന്ന എഴുത്തിൻ്റെ പിന്നിലെ കഥകൾ അതെന്തൊക്കെയാണ്? എന്തുകൊണ്ട് എന്ന് ചോദിക്കും പാർവതി ചേച്ചി. അപ്പം ഞാൻ പറയാം. അതെ, എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ആവശ്യം ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണ്, ഞാനൊരു എഴുത്തുകാരി ആയതുകൊണ്ടാണ്. ഇതേ സീറ്റിലിരിക്കുന്നത് PV ഷാജികുമാർ ആണെങ്കിൽ നിങ്ങളാരും ചോദിക്കില്ല എങ്ങനെ ഇത്രയും എർക്കാനെ പറ്റി ഇത്രയും കഥകൾ സമാഹരിച്ചു, എന്ത് അധ്വാനമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പുറ്റെഴുതിയ ബിനോയ് തോമസ് ആണെങ്കിൽ, ഞാൻ ഇവരെയൊക്കെ ഉദാഹരിക്കുന്നത് അവരൊക്കെ വളരെ പുതിയ തലമുറയിലെ എഴുത്തുകാരായതുകൊണ്ടാണ്. അവരുടെ അധ്വാനവും ഒരു പുരുഷൻ എഴുതുമ്പോഴുള്ള ആ ആണെഴുത്തുകാരൻ്റെ വിഭവ സമാഹരണവും അധ്വാനവും ഒക്കെ വളരെ ബൈ ഡീഫോൾട്ട് ഒരു പുരുഷന് സാധിക്കുന്നതാണെന്നും, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ അടുക്കളയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ വീട്ടിലൊതുങ്ങുന്ന കഥകൾക്കപ്പുറം എഴുതുന്നുണ്ടെങ്കിൽ അതെങ്ങനെ എഴുതി, എവിടെ നിന്ന് എഴുതി, ആരുടെ സഹായത്താൽ എഴുതി, എത്രത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിച്ചു എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നും കൂടി ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ പാർവതി ചേച്ചിയുടെ ചോദ്യത്തെ കുറ്റം പറയുകയല്ല. പക്ഷെ ഞാനിതെല്ലാ സാഹിത്യോത്സവങ്ങളിലും എല്ലാ ഇൻറ്ററാക്ഷൻസിലും നേരിടുന്ന ഒരു ചോദ്യം എന്ന നിലയിൽ ഇന്നും നമുക്കൊരു സ്ത്രീയുടെ ബുദ്ധിശക്തിയെ അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്
ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ പേരിലാണ് ഞാൻ പിന്നെയും പിന്നെയും വ്യത്യസ്തമായ പശ്ചാത്തലവും വ്യത്യസ്തമായ കഥാസന്ദർഭങ്ങളും തിരയുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഓർമ്മിപ്പിച്ചേ സാധിക്കൂ. ഒരു സ്ത്രീക്ക് സാധിക്കുന്നതാണ്, സ്ത്രീകൾക്ക് സാധിക്കുന്നതാണ്. അത് സ്ത്രീകൾക്ക് സാധിക്കാത്തത് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അവർക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള അവസരങ്ങളില്ലാത്തത് കൊണ്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു മീര തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു സഹപ്രവർത്തകൻ പറഞ്ഞുവെന്ന്, അടുക്കളയിൽ നിന്ന് വരാന്ത വരെ മാത്രമാണ് ഒരു സ്ത്രീ. ആദ്യ കഥ സർപ്പയച്ചം എന്നൊരു കഥ ആദ്യമായി ഒരു മുഖ്യധാര പ്രസിദ്ധീകരണത്തിൽ അച്ചടിച്ച് വന്നപ്പോൾ സഹപ്രവർത്തകനായ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞതാണ്, ഞാൻ ഈ പെണ്ണുങ്ങളുടെ കഥയൊന്നും വായിക്കാറില്ല. കാരണം ഈ പെണ്ണുങ്ങൾ എഴുതുന്ന കഥകളെല്ലാം അടുക്കളയിൽ തുടങ്ങി വരാന്തയിൽ അവസാനിക്കുന്നതാണ്. ഈ വരാന്തയിൽ അവസാനിക്കുന്ന കഥകളിൽ വാസ്തവത്തിൽ പുരുഷന്മാർ ലോകം മുഴുവൻ ചുറ്റി നടന്നുണ്ടാക്കുന്ന കഥകളിലുള്ള അതേ ഫിലോസഫിയും അതിൻ്റെ ആറ്റിക്കുറുക്കിയ കണ്ടെത്തലുകളുമൊക്കെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹം അത്ര സെൻസിറ്റീവായൊരു വായനക്കാരനായിരുന്നില്ല എന്ന് വേണം കരുതാൻ. സത്യത്തിൽ എനിക്കെപ്പോഴും തോന്നാറുണ്ട്, വലിയ വലിയ ഇതിഹാസങ്ങളൊക്കെ എഴുതിയ എഴുത്തുകാരും ചെറിയ ചെറിയ കഥകൾ എഴുതിയ എഴുത്തുകാരികളും അവരുടെ കൃതികളും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വലിയ വലിയ ഇതിഹാസങ്ങൾ എഴുതി ആറ്റിക്കുറുക്കിയെടുത്ത അതേ തത്വമാണ്, അതേ സാരമാണ്, ജീവിത തത്വമാണ് സത്യത്തിൽ ഈ ചെറിയ കഥകളിലൂടെ വീടിനകത്തിരുന്ന് സ്ത്രീകൾ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുള്ളത് എന്നത് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. പണ്ട് ബുദ്ധൻ്റെ ഒരു കഥയുണ്ടല്ലോ, ഈ ബുദ്ധനും വാനരനുമായി തർക്കമുണ്ടായപ്പോൾ വാനരൻ ബുദ്ധനെ വെല്ലുവിളിച്ചു, ആരാണ് ലോകത്തിൻ്റെ അങ്ങേയറ്റം കണ്ടിട്ട് തിരിച്ചു വരുന്നത് എന്ന്. അങ്ങനെ വാനരൻ ആകാശങ്ങൾക്ക് മുകളിലൂടെ ഊളിയിട്ട് ലോകത്തിൻ്റെ അറ്റം കണ്ടെത്താൻ പുറപ്പെട്ടു. തിരികെ വന്നു, അവിടെ അങ്ങനെ അറ്റം കണ്ടെത്തി. അപ്പോൾ അഞ്ച് തൂണുകളിൽ അവസാനിക്കുന്ന ഇതായാണ് കണ്ടത് ലോകം. അദ്ദേഹത്തിൻ്റെ പാത അവിടെ അവസാനിച്ചു. ആ പാത അവിടെ അവസാനം കണ്ടെത്തി എന്നതിന് തെളിവായി ആ 5 തൂണുകളിൽ ഒരു വര വരച്ചിട്ടാണ് ഈ വാനരൻ തിരികെ വന്നത്. വന്നു കഴിഞ്ഞ് ബുദ്ധനോട് പറഞ്ഞു, ഞാൻ ആ ലോകത്തിൻ്റെ അറ്റം കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ബുദ്ധൻ തൻ്റെ കൈ ഉയർത്തി കാണിച്ചു. വാനരൻ വരച്ച വര അദ്ദേഹത്തിൻ്റെ വിരലുകളിലുണ്ടായിരുന്നു. നീ എൻ്റെ കൈ വിട്ട് എവിടെയും പോയിട്ടില്ല എന്നതിൻ്റെ തെളിവായിരുന്നു എന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അതുപോലെ ഈ യാത്ര ചെയ്ത് ഒരുപാട് കഥകളൊക്കെ കണ്ടെത്തുന്ന പുരുഷന്മാരാരും തന്നെ വീട് വിട്ടു പോയിട്ടുള്ളവരല്ല. അവരെപ്പോഴും വീട്ടിലകത്തെ കഥകൾ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നത്. അതേസമയം വീട്ടിലിരുന്ന്, അടുക്കളയിലിരുന്ന്, കിടപ്പുമുറിയിലിരുന്ന് പറഞ്ഞിട്ടുള്ള കഥകൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ അല്ലെങ്കിൽ ഏറ്റവും പ്രൈമൽ എന്ന് പറയാവുന്ന അവസ്ഥകളുടെ ചിത്രീകരണവുമായിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ എനിക്ക് അന്നതൊരു വലിയ വാശിയായി തോന്നി, അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. 21-ാം നൂറ്റാണ്ടായിട്ടും സ്ത്രീകൾക്ക് അങ്ങനെ വീടിന് വരാന്ത വിട്ട് പുറത്തു പോയി ഒരു കഥ എഴുതാനുള്ള സാധ്യതയില്ലേ, സ്കില്ലില്ലേ, അതിനുള്ള ധൈര്യമില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യം ചെയ്യലായി തോന്നി. ഒരു ആവശ്യവും ഇല്ലാതെ, ആരും നിർബന്ധിക്കാതെ ഞാനത് ഏറ്റെടുത്തു. എനിക്കതൊരു എന്നെ തന്നെ ബോധിപ്പിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ പ്രായത്തിലുള്ള പുരുഷന്മാർ എഴുതാത്ത തരം കഥകൾ, അവർ എഴുതുന്ന തരം കഥകളാണെങ്കിൽ അവരെഴുതുന്നതിനേക്കാൾ അല്പം കൂടി വ്യത്യസ്തമായി എഴുതണമെന്ന്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ മീരയുടെ മാത്രം കാര്യമല്ല, പൊതുവേ നമ്മുടെ എഴുത്തുകാരികൾ, ഇപ്പോൾ മാധവിക്കുട്ടിയും ഒരു പക്ഷേ സുഗതകുമാരിയെയും ഒഴിച്ചു നിർത്തിയാൽ അത് ഗ്രേസി ആയാലും ചന്ദ്രമതി ആയാലും ഗീതാഹിരണ്യനായാലും ലളിതാ ലെനിനായാലും എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ തന്നെ, ഈ എഴുത്തുകാർക്ക് എല്ലാവർക്കും തന്നെ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ സർഗാത്മക ജീവിതത്തിൽ ഒരു ഇടവേളയുണ്ട്. ഇപ്പോൾ പുരുഷന്മാരിപ്പോൾ നമ്മൾ OV വിജയനോ അല്ലെങ്കിൽ മുകുന്ദനോ MT ഒക്കെ നോക്കുമ്പോൾ അവരുടെ 30കളിൽ ഒരുപക്ഷെ 20കളിൽ തന്നെ ആണ് അവരുടെ ഏറ്റവും മനോഹരവും ഉജ്ജ്വലവും തീക്ഷ്ണവുമായ കഥകളും ഒക്കെ എഴുതിയത് അവർ ആ പ്രായത്തിലാണ്. പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്ക് ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് അവരുടെ കുടുംബം, വിവാഹം, മക്കൾ, ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടവേള എടുക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മീരയ്ക്ക് വിവാഹത്തിന് ശേഷം അങ്ങനെ ഒരു ഇടവേള ഉണ്ടായിട്ടില്ല. മീരയുടെ ജീവിതം ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 5-6 വയസ്സ് മുതൽ തന്നെ എഴുതുക, വായിക്കുക, ധാരാളം വായിക്കുക, ആർത്തി പിടിച്ച് വായിക്കുക.
കണ്ണിൽ കണ്ടതെല്ലാം വായിക്കുക. പിന്നെ ആ കാലഘട്ടം, ഞാനും ഒക്കെ ഉൾപ്പെടുന്ന ആ കാലഘട്ടത്തിലെ സോവിയറ്റ് സാഹിത്യം, ബാലസാഹിത്യം, ഇതൊക്കെ വായിക്കുക. പിന്നീട് പൂമ്പാറ്റ, അമ്പിളിയമ്മാവൻ, ഇങ്ങനെ മുഴുവനും വായിച്ചു തീർക്കുക. ആ വായനയുടെ ഭാഗമായി തന്നെ എഴുതുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു 5-6 വയസ്സ് മുതൽ തന്നെ മീര എഴുതുമായിരുന്നു എന്നാണ്. കഥ എഴുതുക, കവിത എഴുതുക, പ്രസംഗ മത്സരം, ഉപന്യാസ മത്സരം, ഇങ്ങനെ സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലകളിലും മീര വളരെ സജീവമായിരുന്നു. പിന്നീട് എനിക്ക് ശരിയാണെന്ന്, തെറ്റാണെങ്കിൽ തിരുത്തുക, ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു സമയത്ത് പിന്നെ ഒരു ഇടവേള ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായോ? അത് കുടുംബം എന്ന് പറയുന്നത് ഒരു എഴുത്തിനെ ഒരു തരത്തിലും ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ മീരയ്ക്ക് പറ്റിയോ? കുട്ടിക്കാലത്ത് എഴുത്തുകാരിയാകുക എന്നത് വലിയൊരു ലക്ഷ്യവും ഒരു വലിയ ആഗ്രഹവും അഭിലാഷവും ഒക്കെ ആയിരുന്നു. എൻ്റെ പ്രധാന കാരണം എൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി MD രത്നമ്മ ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ എഴുത്തുകാരിയാണ്. അമ്മയ്ക്ക് ടീച്ചറിനെ വലിയ ഇഷ്ടവും വലിയ ബഹുമാനമാണ്. അപ്പോൾ ടീച്ചറിനെ വായനക്കാരെ കണ്ടുമുട്ടുന്നത്, ടീച്ചറിനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പ്രസാധകരെ കാണുന്നതൊക്കെ അമ്മ വന്ന് വിവരിക്കുമ്പോൾ ഈ എഴുതുക എന്നതും എഴുത്തുകാരിയാകുക എന്നതും സാധാരണ മനുഷ്യരിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്തോ ഒന്നാണെന്നും എനിക്കും അതാകണമെന്നും ഒരുപക്ഷെ അമ്മയുടെ മതിപ്പ് പിടിച്ചു പറ്റാനുള്ളൊരു ശ്രമമായിട്ടായിരിക്കും ഞാനന്ന് ശ്രമിച്ചത്. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ടീച്ചർ നല്ല കോട്ടൺ സാരി പശയിട്ടുടുത്ത് ഞൊറിഞ്ഞുടുത്താണ് ടീച്ചർ നടക്കുക. മുടിയൊക്കെ ഇങ്ങനെ പുറകിൽ കെട്ടി വെച്ച്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ വളരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, കോട്ടൺ സാരി ഞൊറിഞ്ഞുടുത്ത്. പക്ഷേ ടീച്ചറിന് അത് നന്നായിട്ട് ചേരും, കാരണം ടീച്ചറിന് നല്ല നീളവും നല്ല മെലിഞ്ഞിട്ടുമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും അതായിരുന്നു ഒരു മാതൃക. എന്താവണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരിയാകണമെന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നീട് 10-17 വയസ്സായപ്പോൾ, അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ എഴുതുന്നത് ഇവരെല്ലാവരും, അമ്മയുടെ കുറേ കൂട്ടുകാരികളുണ്ട്, എല്ലാവരും എനിക്ക് അമ്മമാരെ പോലെയാണ്. എല്ലാവരും വളരെ ഭയങ്കരമായിട്ട് പ്രശംസിക്കും. അയ്യോ മീരക്കുട്ടി എന്തൊക്കെയാണ് എഴുതുന്നത്, ഈ പ്രായത്തിൽ ഇങ്ങനെ എഴുതുന്നല്ലോ, എന്തൊരു ഭാഷയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വലിയ എഴുത്തുകാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. അച്ഛന് താല്പര്യമില്ല, അച്ഛനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ എപ്പോഴും പറയും ഈ എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ജീവിതമായിരിക്കും, ഒന്നും കാണില്ല, പട്ടിണിയായിരിക്കും, ഒരു ഡോക്ടർ ആകുന്നതാണ് സുഖമായി ജീവിക്കാൻ പറ്റിയ കാര്യം എന്നത്. പക്ഷെ എനിക്ക് പട്ടിണിയാണെങ്കിലും വേണ്ടില്ല, എഴുത്തുകാരിയായി വായനക്കാരുടെ കൈകളിൽ എൻ്റെ പുസ്തകങ്ങൾ ഇരിക്കുന്നതും എൻ്റെ പുസ്തകങ്ങൾ വായിച്ച് അവർ ആനന്ദിക്കുന്നതും ഒക്കെ ആയിരുന്നു എൻ്റെ വലിയ സ്വപ്നങ്ങൾ. പിന്നീട് 10-17 വയസ്സായപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അന്ന് എഴുതിക്കൊണ്ടിരുന്ന ആളുകളുടെ അടുത്ത് അവരെ വെല്ലുവിളിക്കാനെന്നുള്ള കോപ്പ് കയ്യിലില്ല. കാരണം നമ്മുടെ അനുഭവങ്ങൾ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ 17കാരിയുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എം മുകുന്ദനെ പോലെ മയ്യഴിയിൽ പോയിട്ട് ജീവിച്ചിട്ടില്ല, ഹരിദ്വാറിൽ പോയിട്ടില്ല, സച്ചിമാഷിനെ പോലെ അടിയന്തരാവസ്ഥ അനുഭവിച്ചിട്ടില്ല, MD വാസുദേവൻ നായരെ പോലെ 2ാം മുഴം മഹാഭാരതം മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഇല്ലായ്മകളുടെ ഒരു വലിയ നിരയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈഗോയുടെ ഒരു മുമ്പിൽ ഒരു പരാജയപ്പെട്ട എഴുത്തുകാരിയായിട്ടൊരു അങ്ങനെ അവസാനിച്ചു പോകാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് എവിടെയാണ് എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന ഒരു അന്വേഷണത്തിൽ. എന്തായാലും അധ്യാപികയാവില്ല എന്ന് അറിയാമായിരുന്നു, എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് നല്ല അധ്യാപികയാകാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് നോക്കിയപ്പോഴേ ഏറ്റവും നല്ലത് പത്രപ്രവർത്തകയാകുകയാണ്. അതാകുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കാം, പിന്നെ വലിയ ഒച്ചയൊന്നും എടുക്കണ്ട. ആ സമയത്തൊക്കെ സർഗാത്മക രചന നിർത്തിവെച്ചു. അത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 3ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അത് കോളേജ് മാഗസിനിൽ വേണ്ടിയിട്ടൊരു പേരറിയാത്ത കിളികൾ എന്ന് പറഞ്ഞൊരു കഥ എഴുതി. അത് കഴിഞ്ഞ് പിന്നെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണ് MA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് ചേരുന്നത്. അവിടെ ചേരുമ്പോഴാണ് കൂടുതലും ബാക്കി ഭാഷകളിലുള്ള സാഹിത്യത്തെപ്പറ്റി ബോധ്യം വരുന്നതും ധാരാളം വായിക്കുന്നതും. ആ വായന എന്നെ കൂടുതൽ ആത്മവിശ്വാസമില്ലാത്തവളാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് സത്യം. നമ്മൾക്ക് വായിക്കും തോറും എഴുതാൻ പ്രേരിതയാകേണ്ടതിന് പകരം വായിക്കും തോറും എഴുതണ്ട എന്ന് തീരുമാനിക്കാനാണ് ആ പുസ്തകങ്ങളെല്ലാം പ്രേരിപ്പിച്ചത്. പക്ഷെ അതെൻ്റെ ജീവിതത്തിലെ ഒരു നല്ല കാലമായിരുന്നു. എനിക്ക് തോന്നുന്നു ഗാന്ധിഗ്രാമിലെ ഒരു അധ്യയനം, അവിടുത്തെ ശിക്ഷണം എനിക്ക് തുറന്നു തന്നെ, എനിക്ക് നൽകിയത് വളരെ തുറന്ന്
അല്ലെങ്കിൽ ലോകത്തെ പല രീതിയിൽ കാണാനുള്ള ഒരു എമ്പതിയോടെ കാണാനുള്ളൊരു ശേഷിയാണ്. അതിന് ഞാൻ ആ കലാലയത്തോട് എന്നും കടപ്പെട്ടിരിക്കുന്നു, എൻ്റെ അധ്യാപകരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് റൈറ്റർ ആകുമെന്ന് വിശ്വസിച്ചിരുന്ന അധ്യാപകരുണ്ടായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ അത്ഭുതം. കുടുംബം അന്ന് അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബം ഒട്ടും അന്ന് അച്ഛൻ്റെ കീഴിലാണല്ലോ, അച്ഛനാണല്ലോ, അച്ഛൻ്റെ ഭരണത്തിന് കീഴിലാണല്ലോ. സിംഹാസനവും ചെങ്കോലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന, ശിക്ഷാദണ്ഡും ഒക്കെ ആയിട്ട് നിൽക്കുന്ന വലിയൊരു പാട്രിയാർക്കിൻ്റെ ഒരു പ്രജയായി ജീവിക്കുമ്പോൾ നമുക്ക് വലിയ ചോയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അന്ന് എഴുതാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപക്ഷെ എഴുത്ത് നിർത്തിയതും അതിൻ്റെ കാരണത്താലാണ്. ഒരിക്കലും എഴുതിയ ഒരു കഥ തിരിച്ചു വന്നത് അച്ഛൻ്റെ കയ്യിലാണ് കിട്ടിയത്. അതിനെ ചൊല്ലി അത് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, എനിക്ക് സ്വന്തമായിട്ട് തിരിച്ചു വരാൻ ആരും പൊട്ടിക്കാതെ എൻ്റെ കത്ത് എനിക്ക് തന്നെ വായിക്കാൻ ഒരു വീടുണ്ടാകുന്ന കാലത്തെ, ഒരു മേൽവിലാസം ഉണ്ടാകുന്ന കാലത്തെ ഞാൻ ഇനി എഴുതുന്നുള്ളൂ എന്ന്. തീർച്ചയായിട്ടും ഞാൻ വളരെ റിബലായ ഈ പേട്രിയാർക്കിയോടെ എല്ലാവിധ യുദ്ധവും ചെയ്ത് അതിനെ എങ്ങനെയും തകർക്കാൻ പ്ലാനിട്ടിരുന്ന ഒരു അതെവിടെയോ മീര പറയുന്നുണ്ട്. ഇങ്ങനെ ഈ പറയുന്നത് പോലെ പേട്രിയാർക്കിയുടെയും ഒരു മധ്യവർഗ കുടുംബത്തിൻ്റെതായ എല്ലാ അടിച്ചമർത്തലുകളും അമ്മ എനിക്ക് തോന്നുന്നു വളരെ സപ്പോർട്ടീവായിരുന്നു. ഈ എല്ലാ അടിച്ചമർത്തലുകളും അല്ലെങ്കിൽ അത്തരം പ്രത്യേകതകൾക്കൊക്കെ ശേഷം ഏതോ ഒരു ഘട്ടത്തിൽ മീര പറയുന്നുണ്ട്, വളരെ രസകരമായൊരു വാചകമായിട്ട് എനിക്ക് തോന്നി, ഞാനൊരു നിഷേധിയാവാൻ തീരുമാനിച്ചു, ഇനി ഒന്നും പേടിക്കാനില്ല എന്നാണ്. അത് നിഷേധിയാവാൻ തീരുമാനിച്ചു, ഇനിയിപ്പോൾ എനിക്ക് എന്തും ആവാം, അങ്ങനെ ഒരു തീരുമാനം. ജീവിതത്തിൽ ഞാൻ പഠിച്ച വലിയൊരു പാഠം, അത് വളരെ നേരത്തെ പഠിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് അച്ഛനോടുള്ള വലിയ നന്ദി. കാരണം നമ്മൾ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കും തോറും, അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും തോറും നമ്മൾ എങ്ങും എത്താതെ പോകുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ തിരിച്ചറിവ്. ജീവിതം സംബന്ധിച്ച ആദ്യത്തെ പാഠം അതായിരുന്നു. പക്ഷെ ഞാൻ എന്നൊരു റിബലാകാൻ തീരുമാനിച്ചോ അന്ന് എനിക്ക് വലിയൊരു ഭാരം ഒഴിഞ്ഞു കിട്ടി. അതായത് ആരെയും സന്തോഷിപ്പിക്കേണ്ടതില്ല, ആരെയും പ്രീണിപ്പിക്കേണ്ടതില്ല, ആരെയും വഞ്ചിക്കേണ്ടതില്ല, ആരോടും ഇല്ലാത്ത സ്നേഹമോ ഇല്ലാത്ത വിനയമോ നടിക്കേണ്ടതില്ല എന്ന്. ഒരു പ്രിറ്റൻഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരാളായി നടിക്കേണ്ടതില്ലാത്ത ഒരു ജീവിതത്തെക്കാൾ ലിബറേറ്റിംഗ് ആയിട്ട് വേറൊന്നുമില്ല എന്ന് അന്ന് മനസ്സിലായി. ഞാനിപ്പോൾ എൻ്റെ മുമ്പിലുള്ള കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. പലപ്പോഴും പലരും പറയുമല്ലോ, ഇപ്പം നമ്മുടെ ടി വിയിലും നമ്മുടെ പത്രമാധ്യമങ്ങളിലും ഒക്കെ പലപ്പോഴും പറയില്ലേ, എന്താണ്, ഓമനിച്ച് വളർത്തിയ അച്ഛനമ്മമാരെ ഇട്ടിട്ട് പെൺകുട്ടികൾ ഓടിപ്പോയി, എന്താണ്, അവരെ പറ്റി ആലോചിച്ചില്ല. ഇത് ഓമനിച്ചൊന്നും അല്ലായിരിക്കും വളർത്തിയത്. ഇത് ഭയങ്കര കഠിനമായ, എന്താണ്, ഏകാധിപത്യത്തിന് കീഴിൽ വളരുന്നവർ ആദ്യം കിട്ടുന്ന വെയിലിൻ്റെയും ആദ്യം കിട്ടുന്ന ചെറിയ കാറ്റിൻ്റെയും കുളിരിൻ്റെയും അടുത്തേക്ക് ഓടിപ്പോകുന്നതായിരിക്കും. അതവർ ഒരു സസ്യം എങ്ങനെയാണോ വെയിലിന് നേരെ ചായുന്നത് അതുപോലെ ആദ്യത്തെ സ്നേഹ പ്രകടനത്തിന് നേരെ അവർ ചാഞ്ഞു പോകുന്നതായിരിക്കും. നമ്മൾ ആ കഥ കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു പെൺകുട്ടി സ്വന്തം ജീവിതത്തിലെ ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് കൺവീനിയൻസും ഒക്കെ ഉപേക്ഷിച്ച് ഒരു ദിവസം അത് വിട്ടു പോകാൻ തീരുമാനിക്കുന്നത് എന്ന്. കാരണം ഈ പാട്രിയാർക്കി എന്ന് പറയുന്നത്, അടിച്ചമർത്തൽ എന്ന് പറയുന്നത് സംരക്ഷണത്തിൻ്റെ പേരിലാണെങ്കിലും വേലികെട്ടൽ എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ആളിനെ മനസ്സിലാവും അത് എത്രത്തോളം മുരടിപ്പിക്കുന്നതാണെന്ന്. എനിക്ക് തോന്നുന്നു പല സ്ത്രീകൾക്കും വിവാഹം എന്നുള്ളത്, ഇപ്പം മീര തന്നെ പലരെ കുറിച്ചും പറയുന്നുണ്ട്, മറ്റേ കെട്ടിടത്തിലമ്മ, അതുപോലെ പലരും, അവരൊക്കെ തന്നെ വിവാഹത്തിന് ശേഷം അവരുടെ രചനകളിലും അല്ലെങ്കിൽ അവരുടെ സർഗാത്മക ജീവിതം മതിയാക്കിയവരെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മീരയ്ക്ക് വിവാഹം ഒരിക്കലും ഒരു കൂട്ടിലിടലായിരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? അത് ഞാൻ കൂടുതൽ പൊളിച്ചിട്ടല്ലേ. കൂട്ടിൽ കിടക്കാൻ തയ്യാറായിരുന്നെങ്കിൽ നന്നായിട്ട് കൂട്ടിലിടാനൊക്കെ എല്ലാവരും തയ്യാറായിരുന്നു. നമ്മൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒന്നുകിൽ കൂട് തുറന്നിടുക അല്ലെങ്കിൽ പൊട്ടിക്കുക എന്നുള്ള ഒരു നിലപാടില്ലാതെ ആർക്കും സ്വാതന്ത്ര്യവും സന്തോഷവും സമത്വവും ആദരവും ഒന്നും വെച്ച് നീട്ടുന്ന ഒരു സമൂഹമല്ല നമ്മുടേത്. അതിൽ ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നുള്ള വ്യത്യാസമേ ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അധികാരം പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതല്ലാത്തൊരു സമൂഹം
അതല്ലാത്തൊരു ജീവിതം നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, എനിക്ക് തോന്നുന്നു മീരയുടെ കഥകളിലും ഒക്കെ തന്നെ ഇപ്പം സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അത്തരം കഥകളിലൊക്കെ തന്നെ ഈ പറയുന്ന കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആധിപത്യത്തിനെ പൊട്ടിച്ച് മാറുന്ന വളരെ സവിശേഷമായ വ്യക്തിത്വങ്ങളുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ അതിലേക്ക് കടന്നു കഥയിലെങ്കിലും വേണ്ടേ പാർവതി ചേച്ചി ആഹ്ലാദവും സ്വാതന്ത്ര്യവും. ശരിക്കും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുട്ടികളിൽ അവരുടെ സംരക്ഷണമാണ് നമ്മളെപ്പോഴും ലക്ഷ്യമാക്കുന്നത്. പകരം അവരുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിയിരുന്നെങ്കിൽ, അവരുടെ സന്തോഷം ലക്ഷ്യമാക്കിയിരുന്നെങ്കിൽ, അവരുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം, ആത്മാവിൻ്റെ ആനന്ദം ലക്ഷ്യമാക്കിയിരുന്നെങ്കിൽ എത്ര വ്യത്യസ്തമായിരുന്നേനെ ഒരു മലയാളി കുടുംബം എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സത്യപ്രിയ, നമ്മുടെ ഘാതകനിലെ